പി ബ്ലോക്കിൽ 8th പാർട്ടാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവിടെ മെയിനായി നമ്മൾ ഓക്സൈഡ്സും അതോടൊപ്പം തന്നെ ഓസോൺ ആൻഡ് സൾഫറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ആദ്യം ഓക്സൈഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ വിത്ത് അനദർ എലമെൻറ്റ് ഇസ് കോൾഡ് ഓക്സൈഡ്. ഓക്സിജൻ വേറൊരു എലമെൻറ്റുമായി ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെയാണ് ഓക്സൈഡ് എന്ന് പറയാം. ഓക്സൈഡുകളെ മെയിനായി രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിമ്പിൾ ഓക്സൈഡ്സ് ആൻഡ് മിക്സഡ് ഓക്സൈഡ്സ്. സിമ്പിൾ ഓക്സൈഡ്സ് ആർ ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് having a single oxidation state for the metal in the oxide. അതായത് സിമ്പിൾ ഓക്സൈഡ്സിനകത്തുള്ള മെറ്റൽ ഒരു സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അതിന് എക്സാമ്പിളാണ് Al2O3. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജൻ -2 ചാർജ് വീതം വരുമ്പം എത്ര വരും? -6 വരും. അപ്പോൾ അലുമിനിയം ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. എങ്ങനെയാണെന്ന് നോക്കാം. 2x -6 = 0 അല്ലേ? അപ്പോൾ x എന്ത് വരും? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക. ഇതുപോലെ തന്നെ കാൽസ്യം ഓക്സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ -2 ആണ്. അപ്പോൾ കാൽസ്യം ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കുന്നുള്ളൂ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ സിമ്പിൾ ഓക്സൈഡ്സിൻ്റെ മെറ്റൽ ഒരു സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അലുമിനിയം +3 മാത്രമേ കാണിക്കുന്നുള്ളൂ. കാൽസ്യം +2 മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ഇനി മിക്സഡ് ഓക്സൈഡിൻ്റെ പ്രത്യേകത: മിക്സഡ് ഓക്സൈഡ്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ ഓക്സൈഡ്സ്. 2 അതിലധികമോ സിമ്പിൾ ഓക്സൈഡ്സ് കൂടി ചേർന്നിട്ടാണ് മിക്സഡ് ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പം അതിന് എക്സാമ്പിളാണ് Pb3O4. അതായത് PbO2ഉം PbOയും കൂടെ ചേർന്നാണ് Pb3O4 ഫോം ചെയ്യാം. Fe3O4 FeOയും Fe2O3യും കൂടെ ചേർന്നാണ് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Pb3O4 അപ്പോൾ എങ്ങനെ വരും? 3x മൈനസ്, അതായത് +4 × -2 ആണ്. അപ്പോൾ എന്ത് വരും? 3x - 8 = 0 എന്ന് വരും. 3x - 8 = 0. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? 8/3. അതായത് ഫ്രാക്ഷനാണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ Fe3O4 എടുത്താലും 3x - 8 = 0. അപ്പോൾ അവിടെയും എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? 8/3 ആണ് വരിക. അപ്പോൾ സിമ്പിൾ ഓക്സൈഡ്, മിക്സഡ് ഓക്സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതണം. സിമ്പിൾ ഓക്സൈഡ് മെയിനായി 4 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അസിഡിക് ഓക്സൈഡ്. അസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത അവർ വെള്ളവുമായി ചേരുമ്പം ആസിഡ് ഫോം ചെയ്യും. അതിന് എക്സാമ്പിളാണ് SO2, അതുപോലെ തന്നെ Cl2O7, കാർബൺ ഡൈ ഓക്സൈഡ് N2O5 ഒക്കെ. അതുപോലെ തന്നെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റലിൻ്റെ ഓക്സൈഡുകളും ആസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ നമ്മൾ SO2 എടുത്തിട്ടുണ്ടെങ്കിൽ SO2ഉം H2Oയും കൂടെ ചേരുമ്പോൾ H2SO3 സൾഫ്യൂറസ് ആസിഡ് ഫോം ചെയ്യും. അത് ആസിഡ് ആയതുകൊണ്ട് അത് ഏത് ആസിഡാണ് വരുന്നത്? ആസിഡിക് ഓക്സൈഡ്. അപ്പോൾ സാധാരണഗതിയിൽ നോൺ മെറ്റലുകളുടെ ഓക്സൈഡും പിന്നെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽ ഓക്സൈഡുകളും ഏത് നേച്ചർ കാണിക്കും? ആസിഡിക് നേച്ചർ കാണിക്കും. ഇനി ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഓക്സൈഡ് ആയിരിക്കും? മെറ്റലുകളുടെ ഓക്സൈഡ് ആയിരിക്കും. അവർ വെള്ളവുമായി ചേരുമ്പം ബേസാണ് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് അവരെ ബേസിക് ഓക്സൈഡ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് Na2O, കാൽസ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ് എക്സെട്ര. ഇപ്പം Na2O + H2O NaOH ബേസ് ഫോം ചെയ്യും. CaO + H2O കാൽസ്യം ഹൈഡ്രോക്സൈഡ് ബേസ് ഫോം ചെയ്യും. അതുകൊണ്ട് അവരെല്ലാം എങ്ങനെയാണ്? ബേസിക് ഇൻ നേച്ചറാണ്. ഇനി 3rd ടൈപ്പാണ് ആംഫോട്ടറിക് ഓക്സൈഡ്. ആംഫോട്ടറിക് ഓക്സൈഡിൻ്റെ പ്രത്യേകത അവർ അസിഡിക് നേച്ചറും കാണിക്കും, ബേസിക് നേച്ചറും കാണിക്കും. അതിന് എക്സാമ്പിളാണ് Al2O3. Al2O3 ആംഫോട്ടറിക് നേച്ചർ എന്ന് വെച്ചാൽ NaOHുമായിട്ട് റിയാക്ട് ചെയ്യും, ബേസായിട്ട് റിയാക്ട് ചെയ്യുന്നു. HCl ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും. അത് ആണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്.
അതിനൊരു എക്സാമ്പിളാണ് Al2O3 അലുമിന. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന AlH2O 6 times 3+ ഫോം ചെയ്യും. ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, Na3AlOH 6 times ഫോം ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ തരം ഓക്സൈഡ് നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് ആണ് സം ഓക്സൈഡ്സ് ആർ നൈദർ അസിഡിക് നോർ ബേസിക്. അവരെയാണ് ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് CO, NO, N2O ഒക്കെ. അപ്പോൾ സിമ്പിൾ ഓക്സൈഡ്സ് മെയിനായിട്ട് 4ആയി തിരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സിമ്പിൾ ഓക്സൈഡ്സിന് ഏതൊക്കെയായിട്ടാണ് തിരിച്ചേക്കുന്നത്? അസിഡിക്, ബേസിക്, എംഫോട്രിക് ആൻഡ് ന്യൂട്രൽ. അസിഡിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ സം ഓക്സൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ ഗീവ് ആസിഡ്സ്, അവരെയാണ് അസിഡിക് ഓക്സൈഡ് എന്ന് പറയുക. സം ഓക്സൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ ഗീവ്സ് ബേസ്, അവരെ ബേസിക് ഓക്സൈഡ് എന്ന് പറയും. ഇനി സം ഓക്സൈഡ്സ് ഷോ ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ, അവരെ എംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയും. ഈ ചില ഓക്സൈഡ്സ് ദേ വിൽ നൈദർ ഷോ അസിഡിക് നോർ ബേസിക് പ്രോപ്പർട്ടി, അവരെയാണ് ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഈസ് ഓസോൺ. ഓസോണിൻ്റെ ഫോർമുല നമുക്കറിയാം, O3 ആണ് ഓസോൺ. ഓസോൺ സാധാരണ കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. ഓസോൺ ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് ഓക്സിജൻ. It is formed about 20 kilometer above the sea level from atmospheric oxygen in presence of sunlight. ഇപ്പോൾ ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. 20 കിലോമീറ്റർ എബവ് ദ സീ ലെവൽ ഫ്രം അറ്റ്മോസ്ഫറിക് ഓക്സിജനിലാണ് ഓസോണ് കാണപ്പെടുന്നത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഓസോൺ. ഓസോൺ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രത്യേക അപ്പാരറ്റസ് ഉണ്ട്. ദാറ്റ് അപ്പാരറ്റസ് ഇസ് കോൾഡ് സീമെൻസ് ഓസോണൈസർ. ഇപ്പം സീമെൻസ് ഓസോണൈസറിനകത്ത് ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ട് സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തി വരണം. എന്താ ഈ സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ആ ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുമ്പം ഒരു ചെറിയ സൗണ്ട് പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കണം. എന്ന് വെച്ചാൽ സ്പാർക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് കൊടുക്കേണ്ടത്. ഓസോൺ ഈസ് പ്രിപ്പയർഡ് ബൈ passing a silent electric discharge through pure dry oxygen in an apparatus called Siemens ozonizer. And equation ആണ് 3O2 gives 2O3. 3O2ന്റെ 2 സബ്സ്ക്രിപ്റ്റ്, അതായത് ഓക്സിജന്റെ താഴെയാണ് വരേണ്ടത്. 2O3യിൽ 3 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഓയുടെ താഴെയാണ് വരേണ്ടത്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഓസോൺ. ഓസോണിന്റെ കളറ്, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ പെയിൽ ബ്ലൂ ഗ്യാസ്. ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ കളറ് ഡാർക്ക് ബ്ലൂ ആയിരിക്കും. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് വയലറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും കാണിക്കാം. ഓസോൺ ഈസ് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ with a large negative gives free energy for its decomposition to oxygen. Hence large concentrations of ozone is dangerously explosive. ഓസോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് ഡികമ്പോസ് ചെയ്ത് എന്തെല്ലാമായി മാറാനാണ് ശ്രമിക്കുക? സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ O2ഉം Oയുമായാണ് മാറുക. ഇനി ഓസോൺ ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഓസോണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് അത് ഡികമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന അറ്റോമിക് ഓക്സിജൻ അല്ലെങ്കിൽ നേസന്റ് ഓക്സിജൻ ആണ്. അറ്റോമിക് ഓക്സിജൻ അല്ലെങ്കിൽ നേസന്റ് ഓക്സിജനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. ഇപ്പോൾ O3 ഡികമ്പോസ് ചെയ്തത് എന്തെല്ലാമായി മാറി? O2+O ആയി മാറി. ഇനി ഇത് എന്തെല്ലാമായി ഓക്സിഡേഷൻ നടത്തും? അത് ലെഡ് സൾഫൈഡിനെ ലെഡ് സൾഫേറ്റ് ആക്കി ഓക്സിഡൈസ് ചെയ്യും. Pbs+4O3 gives PbSO4+4O2. അത് പ്രോഡക്ട്സ് താഴേക്ക് നീങ്ങി പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അയഡൈഡിനെ ഓക്സിഡൈഷൻ നടത്തി അയഡിനാക്കി മാറ്റും. ഇറ്റ് ഓക്സിഡൈസസ് അയഡൈഡ് ടു അയഡിൻ. 2I- plus O3 plus H2O gives 2OH- plus I2 plus O2. നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ. ഓസോണ് എങ്ങനെ നമുക്ക് എസ്റ്റിമേഷൻ നടത്താൻ പറ്റും? ഓസോൺ റിയാക്ട്സ് വിത്ത് പൊട്ടാസ്യം അയഡൈഡ് ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ. അപ്പോൾ ഓസോണിനെ പൊട്ടാസ്യം അയഡൈഡും ബോറേറ്റും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം അയഡിൻ ലിബറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ലാബിൽ വോളിമെട്രിക് അനാലിസിസ് ബ്യൂററ്റും പിപ്പറ്റും ഉപയോഗിച്ച് ടൈട്രേഷൻ ചെയ്യില്ലേ, അതുപോലെ ടൈട്രേഷൻ ചെയ്യുക. സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് ഈ സൊല്യൂഷനെ ടൈട്രേഷൻ ചെയ്ത് കഴിയുമ്പം എത്രമാത്രം അയഡിനാണ് ലിബറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
എത്രമാത്രം എമൗണ്ട് ഓഫ് ദ ലിബറേറ്റഡ് അയഡിൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ ഓസോൺ റിയാക്റ്റഡ്. എത്രമാത്രം അയഡിൻ അവിടെ പ്രോഡക്റ്റായി വന്നിട്ടുണ്ടോ അത്രയും ഓസോൺ ആയിരിക്കും അവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓസോൺ എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓസോൺ റിയാക്ട്സ് വിത്ത് പൊട്ടാസ്യം അയഡൈഡ് buffered with a borate buffer. Iodine is liberated which is titrated against sodium thiosulfate. അപ്പോൾ ഈ ഓസോണ് പൊട്ടാസ്യം അയഡൈഡും ബോറേറ്റ് ബഫറുമായിട്ടുള്ള റിയാക്ഷനകത്ത് എത്രമാത്രം അയഡിൻ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ടൈട്രേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എത്രമാത്രം അയഡിൻ അവിടെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ഓസോൺ ആയിരിക്കും അവിടെ റിയാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓസോൺ എത്രമാത്രം റിയാക്ട് ചെയ്തു എന്നുള്ള അളവ് നമുക്ക് കിട്ടും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ. മാസ്, എമൗണ്ട്, ക്വാണ്ടിറ്റി കിട്ടുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ. നെക്സ്റ്റ് ഈസ് റെസണൻസ് ഹൈബ്രിഡ് ഓഫ് ഓസോൺ. ഓസോണിന്റെ റെസണൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഓസോണിന്റെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഫിക്സ്ഡ് അല്ല. അപ്പോൾ അത് രണ്ട് സ്ഥലത്തും കൊടുത്തു. എന്നിട്ട് അതിന് റെസണൻസ് ഹൈബ്രിഡ് ആയിട്ട് ഓ സിംഗിൾ ബോണ്ട് ഓ കൊടുത്തു. എന്നിട്ട് ഡോട്ടഡ് ലൈൻ കൊടുത്തു. അതായത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഈസ് നോട്ട് ഫിക്സ്ഡ് എന്നുള്ള രീതിയിൽ റെസണൻസ് ഹൈബ്രിഡ് കൊടുക്കുകയും ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആ പരീക്ഷയ്ക്ക് ഓസോണിന്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുമുണ്ട്. നെക്സ്റ്റ് ഈസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. നമുക്കറിയാം സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓസോൺ ലെയർ അവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നാൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് നടന്ന് ഈ ഓസോൺ ലെയറിൽ വിള്ളൽ സംഭവിക്കുന്നു. എങ്ങനെയെല്ലാമാണ് ആ വിള്ളൽ സംഭവിക്കുക? അതായത് ജെറ്റ് എയറോപ്ലെയിൻസിന്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന NO നൈട്രിക് ഓക്സൈഡ് ഓസോണുമായി റിയാക്ട് ചെയ്യുമ്പോൾ NO2 O2മായി മാറും. അതുപോലെ തന്നെ ക്ലോറോ കാർബൺസ്, അതായത് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്രിയോൺ റെഫ്രിജറേറ്ററിൽ, അതുപോലെ തന്നെ എയർ കണ്ടീഷണറിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ക്ലോറോ കാർബൺസ് ഓസോൺ ലെയറിൽ ഇതുപോലെ റിയാക്ഷൻ നടത്തി ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ് യൂസസ്. ഓസോണിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് യൂസാണ് ജെർമിസൈഡായിട്ട് ഉള്ള ഒരു യൂസ് ഉണ്ട്. പിന്നെ വാട്ടർ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓയിൽ, സ്റ്റാർച്ച്, ഐവറി ഒക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഒരു ഓസോണൈസറിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സൾഫർ. ഇപ്പോൾ ഗ്രൂപ്പ് 16 ഫസ്റ്റ് എലമെന്റ് ഓക്സിജനാ. ഓക്സിജന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആളാരാണ്? സൾഫറാണ്. സൾഫറിന് മെയിനായിട്ട് 2 അലോട്രോപ്സ് ഉള്ള യെല്ലോ റോംബിക് സൾഫർ, അതിന് ആൽഫ സൾഫർ എന്നും പറയും. മോണോക്ലിനിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫർ എന്നും പറയും. ഇപ്പോൾ സൾഫറിന്റെ അലോട്രോപ്സ് ഏതൊക്കെയാ? മോണോക്ലിനിക് സൾഫറും റോംബിക് സൾഫറും, ആൽഫ സൾഫർ ആൻഡ് ബീറ്റ സൾഫർ. റോംബിക് സൾഫർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഇവാപറേറ്റിംഗ് സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അപ്പോൾ റോംബിക് സൾഫർ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റോൾ സൾഫറിനെ കാർബൺ ഡൈസൾഫൈഡിൽ ഡിസോൾവ് ചെയ്യിക്കുക, എന്നിട്ട് അതിനെ ഇവോപ്പറേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഈസ് 385.5. It is insoluble in water but highly soluble in carbon disulfide and slightly soluble in benzene, ether and alcohol. Next is monoclinic sulfur. Monoclinic sulfur is prepared by melting rhombic sulfur in a dish and cooling till a crust is formed. 2 holes are pierced on the crust to pour out excess liquid. Needle-shaped crystals of monoclinic sulfur is observed. It is stable above 369 Kelvin and forms a rhombic sulfur. It is called transition temperature. അതായത് 369 കെൽവിനിലെ മോണോക്ലിനിക്കിനെ റോംബിക് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുക. ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈസ് 369 കെൽവിൻ. അപ്പോൾ മോണോക്ലിനിക് സൾഫർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? റോംബിക് സൾഫറിനെ ഒരു ചൈന ഡിഷിലെടുത്ത് മെൽറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്തിട്ട് ഈ ലിക്വിഡ് സൊല്യൂഷനെ കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കാം.
കൂൾ ചെയ്യാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ സർഫസിൽ ഒരു ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഹാർഡൻ ചെയ്തൊരു ലെയർ ഫോം ചെയ്യും. ഇതിനെ ഒരു പിന്ന് ഉപയോഗിച്ച് തുളച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോൾ ഉണ്ടാവും. ഈ ഹോളിക്കിടെ മെൽറ്റായിട്ടുള്ളത് കുറേ എക്സസ് ലിക്വിഡിനെ പുറത്തേക്ക് കളയാം. എന്നിട്ട് ആ ക്രസ്റ്റ് പൊക്കി നോക്കുമ്പോൾ നമുക്ക് നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് കിട്ടും. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, ഇതുപോലെ നീഡിൽ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആണ് മോണോക്ലിനിക് സൾഫർ. ഇനി സ്ട്രക്ചർ ഓഫ് സൾഫർ. മോണോക്ലിനിക് സൾഫറും റോംബിക് സൾഫറും ഇത് രണ്ടും S8 മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ സൗകര്യാർത്ഥം ഇക്വേഷൻസ് എഴുതുമ്പോൾ S എന്ന് എഴുതുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? 8 ആറ്റംസ് ചേർന്ന് S8 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ആ റിങ്ങിന് അത് ആ സ്ട്രക്ചറിന് പറഞ്ഞ പേരാണ് പക്കേർഡ് റിംഗ് സ്ട്രക്ചർ ഓർ ക്രൗൺ ഷേപ്പ് എന്ന് പറയും. ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് പക്കേർഡ് റിംഗ് സ്ട്രക്ചർ. 8 ആറ്റംസിനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 W ലെറ്ററിനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മുകളിൽ ഒരു W ലെറ്റർ കൊടുക്കുക, താഴെ ഒരു W ലെറ്റർ കൊടുക്കുക, എന്നിട്ട് അത് ജോയിൻ ചെയ്തേക്കുന്നതാണ് പക്കേർഡ് റിംഗ് സ്ട്രക്ചർ. ഇനി അത് S6 ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഷേപ്പ് വരുന്നത് ചെയർ ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ സൾഫർ S6 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6 ആറ്റംസ് ചേർന്ന് ചെയർ, ഒരു കസേര പോലെ തന്നെയല്ലേ വന്നിരിക്കുന്നതെന്ന് നോക്കി 6 ആറ്റത്തിനെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക. ഇനി 1000 കെൽവിനിൽ സൾഫർ S2 വേപ്പർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ എബവ് 1000 കെൽവിൻ sulfur exists as S2 vapor state showing paramagnetic behavior owing to the presence of unpaired pi star electrons in unpaired electron in anti-bonding pi star orbital. അപ്പോൾ 1000 കെൽവിനിൽ എബവ് വന്നു കഴിഞ്ഞാൽ സൾഫർ S2 വേപ്പർ സ്റ്റേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്സിജൻ O2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സൾഫർ S2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോണും ആന്റിബോണ്ടിങ്, ഓക്സിജനിൽ ആന്റിബോണ്ടിങ് പൈ സ്റ്റാറിൽ അൺപെയർഡ് ഇലക്ട്രോൺ വരും. അതുകൊണ്ട് ഓക്സിജൻ ഏത് നേച്ചറാ കാണിക്കുക? പാരാമാഗ്നറ്റിക് നേച്ചറാ കാണിക്കുക. അതുപോലെ തന്നെ S2ലും ആ വേപ്പർ ഫേസിൽ, അതായത് എബവ് 1000 കെൽവിൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം അത് അതിനകത്തും അതിന്റെ ആന്റിബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺ വരും. അതുകൊണ്ട് അതും ഏത് നേച്ചർ കാണിക്കും? പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സൾഫറിന്റെ ഏത് ഫോമിലാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുക? S2 സ്റ്റേറ്റിലാണത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട്.